നമസ്കാരം. ഇന്ത്യയിൽ ഭൂമിശാസ്ത്രപരവും തന്ത്രപരവുമായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു നഗരമാണ് പശ്ചിമ ബംഗാളിലെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിലിഗുരു. കോഴിയുടെ കഴുത്ത് അഥവാ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായാണ് ബന്ധിപ്പിക്കുന്നത്. കൂടാതെ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനം, സുരക്ഷാ സംവിധാനത്തിൽ ഈ ഇടുങ്ങിയ ഭൂപ്രദേശം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിന്റെ വടക്ക് ഭാഗത്ത് ഡാർജിലിംഗ് ജില്ലയിലെ സിലിഗുരു നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയാണ് ചിക്കൻസ് നെക്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോഴിക്കുഞ്ഞ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവും 8 വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും കരമാർഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഏക പ്രദേശമെന്ന സവിശേഷതയും ഈ പാതയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകളിൽ ഒന്നാണ് ഈ പ്രദേശം. ഏകദേശം 200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് സിലിഗുരു ഇടനാഴി അഥവാ ചിക്കൻസ് നെക്ക് ഓഫ് ഇന്ത്യ. പാതയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വീതി വെറും 20 മുതൽ 22 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര എന്നിവയുമായി ഈ പ്രദേശം ബന്ധിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരു എന്ന വീതി കുറഞ്ഞ പ്രദേശത്ത് തടസ്സം സൃഷ്ടിച്ച് 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുമെന്ന ഒരു ആഹ്വാനം ബംഗ്ലാദേശ് നേതാവിന്റെ പ്രസ്താവനയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈ കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകൾക്ക് നേരെ അവിടുത്തെ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യ റിയാസ് ഹമീദുള്ളയെ ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യ റിയാസ് ഹമീദുള്ളയെ വിളിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ പ്രമുഖ നേതാവാണ് അസ്നദ് അബ്ദുള്ളയാണ് ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് മുറിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ബംഗ്ലാദേശ് അഭയം നൽകുമെന്നും സപ്ത സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, അതോടൊപ്പം തന്നെ ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്നീ 7 സംസ്ഥാനങ്ങളെ വേർപെടുത്താനാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അതിന് ബംഗ്ലാദേശ് സഹായിക്കുമെന്നും അബ്ദുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ധാക്കയിലെ സെൻട്രൽ ഷഹീദ് മിനാറിൽ നടന്ന ഒരു രാഷ്ട്രീയ യോഗത്തിലാണ് അബ്ദുള്ള ഇന്ത്യക്കെതിരെ പ്രസംഗിച്ചത്. ഞങ്ങൾ വിഘടനവാദികളും ഇന്ത്യാവിരുദ്ധ ശക്തികൾക്കും അഭയം നൽകും. തുടർന്ന് 7 സഹോദരന്മാരെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുമെന്നും ഇതായിരുന്നു അബ്ദുള്ളയുടെ ഒരു പ്രസംഗത്തിലെ വാചകം. സദസ് ആർപ്പ് വിളികളോടെയാണ് സ്വീകരിച്ചത്. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി അഫൂസ് റഹ്മാനും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുമെന്നൊരു ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി ബംഗ്ലാദേശിനോട് ചേർക്കുമെന്നും ഒരു ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ടു പോവുകയും പാകിസ്ഥാനെ തകർക്കുകയും ചെയ്തു. ഇന്ത്യക്കകത്തുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ പലപ്പോഴായി ആവർത്തിക്കുന്ന ആശയമാണ് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുമെന്നത്. അങ്ങനെ വേർപെടുത്തി ബംഗ്ലാദേശിനോട് കൂട്ടിച്ചേർക്കുമെന്ന് പലപ്പോഴായി ഈ വിഘടനവാദികൾ ഇന്ത്യക്ക് നേരെ ഒരു ഭീഷണി മുഴക്കുന്നുണ്ട്. ഈയിടെ ഇടക്കാല ജാമ്യം നൽകിയ ദില്ലി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായ ഉമർ ഖാലിദ് ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് മുറിച്ച് 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തുമെന്ന് 2020 ദില്ലി കലാപങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ആ കലാപ നാളുകളിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. 53 പേരാണ് പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ നടന്ന അന്നത്തെ ദില്ലി കലാപത്തിൽ കൊല്ലപ്പെട്ടത്. മറ്റൊരു വിദ്യാർത്ഥിയായ ഷർജിൽ ഇമാമും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചു പറഞ്ഞത്. കല്ലുകളും പടികളും വാഹനങ്ങളും കൊണ്ടിട്ട് സിലിഗുരു എന്ന ഇടുങ്ങിയ പ്രദേശത്തെ തടസ്സപ്പെടുത്തി 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ജലവിതരണം, അതോടൊപ്പം തന്നെ എല്ലാം തന്നെ തടസ്സപ്പെടുത്താനാണ് ഷെർലിൻ ഇമാൻ എന്ന ഒരു പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തത്. UAPA ചുമത്തി ഷെർജിൽ ഇമാനെയും ഉമർ ഖാലിദിനെയും 5 വർഷമായി ഇന്ത്യ ജയിലിൽ അടച്ചിരിക്കുകയാണ്.
ഈയിടെ സഹോദരിയുടെ വിവാഹാവശ്യത്തിന് ഉമർ ഖാലിദിന് 2 ആഴ്ചത്തെ ഇടക്കാല ജാമ്യമാണ് കോടതി അനുവദിച്ചത്. എന്തായാലും ഈ ഭീഷണികൾ മുന്നിൽ കണ്ട് ഇന്ത്യ ശക്തമായ ഒരു സൈനിക സന്നാഹം സിലിഗുരുവിൽ സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ദുബ്രി, കിഷൻഗഞ്ച്, ചോപ്ര എന്നീ പ്രദേശങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. സിലിഗുരു ഇടനാഴിയിൽ എന്ത് അപകടകരമായ നീക്കമുണ്ടായാലും സത്വരമായി പ്രതികരിക്കാൻ ഈ കാലാൽ സേനകൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആ സൈനിക കേന്ദ്രങ്ങൾ, അതായത് ഇന്ത്യ പൂർണ്ണമായ ഒരു നിർദ്ദേശം സൈനികർക്ക് നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം വന്നാലും അത് കേന്ദ്ര സർക്കാരിനോട് അനുവാദം ചോദിക്കാൻ വേണ്ടി നിൽക്കരുത്, തിരിച്ചടിക്കണം. വെടിവെപ്പാണെങ്കിൽ വെടിപ്പ് നടത്തണം, മിസൈൽ ആണെങ്കിൽ മിസൈൽ നടത്തണം, ഡ്രോൺ ആക്രമണമാണെങ്കിൽ ഡ്രോൺ ആക്രമണം നടത്തണം. ഏത് ശത്രു നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വന്നാലും, ഈ 7 സംസ്ഥാനങ്ങളെ വെട്ടിമുറിക്കാൻ വന്നാലും ഒരു ദയാദാക്ഷിണ്യം കാണിക്കരുത്, അവരെ സ്പോട്ടിൽ തന്നെ തീർത്തോണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ